നമ്മുടെ കൂടെ കൃഷ്ണൻ നമ്പ്യാരുണ്ട്. അദ്ദേഹം എയർഫോഴ്സിലായിരുന്നു. ഇപ്പോ ബോഡി ബിൽഡർ ആണ്, ബോഡി ബിൽഡിംഗ് ട്രെയിനർ ആണ്, ഫിറ്റ്നസ് ട്രെയിനർ ആണ്. അദ്ദേഹം ഡൽഹിയിലാണ് സ്ഥിരതാമസം. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷം ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകളെ ഇപ്പോ നമുക്ക് കാണാൻ കൂടുതൽ പരിചയപ്പെടാം. നമസ്കാരം കൃഷ്ണജി. നമസ്കാരം ആശിജി, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മീ ഓൺ യുവർ ചാനൽ. സിംഹാസനങ്ങൾ സ്ഥാപിച്ച ആളുകളെ അല്ലല്ലോ നമുക്ക് എന്താ പറയുക, ടാലന്റ് ഉള്ള ആളുകളെയും അത് നമ്മൾ കാണുമ്പോൾ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാന്നുള്ള എളിയ ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ആക്ച്വലി ഇതൊരു നമ്മൾ പറയുന്ന കോൺവെർസേഷൻസ് ആയിട്ട് ഇൻസ്പയർ എന്നുള്ളതാണ്. ആക്ച്വലി താങ്കളുടെ ഓരോ കാര്യങ്ങളും നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. അത് ആ വഴിയെ നമുക്ക് സംസാരിച്ച് വരാം അതിലേക്ക്. കാരണം ഞാൻ എന്റെ അറിവ് കൂടുതൽ പറയുന്നത് ശരിയല്ലല്ലോ. വർഷങ്ങൾക്ക് ശേഷത്തിലേക്ക് വരാം. കാരണം അത് ഇപ്പോ താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസം പറയണ്ടായി, കുറച്ചൊക്കെ അവിടെയുടെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു. തിരിച്ചറിയുന്നുണ്ട് ആൾക്കാർ. അതായത് കുറച്ചുപേർ അതിനകത്തുള്ള മേക്ക് ഓവർ വേറെ ഒരു ലെവലായിരുന്നല്ലോ. ആ 1970-ലുള്ള ഒരു ലുക്ക് ആയത് കാരണം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറയും, നിങ്ങൾ അതിനകത്ത് ആ സിനിമയിൽ ഉണ്ടായിരുന്നു അല്ലേ എന്നില്ല. ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ട് ചില ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ചില ആൾക്കാരോട് ഞാനും ചോദിക്കാറുണ്ട്, വർഷങ്ങൾ കണ്ടു എങ്ങനെയുണ്ട് അപ്പൊ പറഞ്ഞു, കണ്ടിട്ടുണ്ട്, എന്നെ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചോദിച്ചു. ഒന്ന് നോക്കി, ഇന്ന് ആ ക്യാരക്ടർ നിങ്ങളാണോ ചെയ്തതെന്നില്ല, അങ്ങനെയില്ല അവര് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ആൾക്കാർ. പെർഫെക്റ്റ്. അപ്പൊ ഇനി നമുക്ക് വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ സിനിമയിൽ വന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി ഒരു ജാതി ജാതകം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു ജാതി ജാതകം എന്ന ആ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ പ്രശാന്ത് പാട്ടി എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഇതിന്റെ ഈ ഷൂട്ടിങ്ങിന് വന്നപ്പോ മിസ്റ്റർ പ്രശാന്ത് പാട്ടി എന്നോട് പറഞ്ഞു, കൃഷ്ണേട്ട, ഇങ്ങനെ ശ്രീ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുണ്ട്, അതിലെ മുഖ്യ നായകനായിട്ട് ധ്യാൻ ശ്രീനിവാസനാണ്. പ്രണവ് മോഹൻലാൽ എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ധ്യാൻ ശ്രീനിവാസന്റെ അച്ഛന്റെ ക്യാരക്ടർ ചെയ്യാൻ അവര് ഒരു പ്രത്യേക ശരീരഘടനയൊക്കെയുള്ള, അതായത് ഒരു 1970-ലുള്ള ഗുസ്തിയൊക്കെ ചെയ്യുന്ന ഒരു അച്ഛനാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിന് ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൃഷ്ണേട്ടൻ എന്തുകൊണ്ടൊന്ന് ശ്രമിച്ചുകൂടാന്ന് എന്നോട് പ്രശാന്ത് പാട്ടിയാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ചെയ്യാലോ. അങ്ങനെ അദ്ദേഹമാണ് എന്നെ അതിലെ ഓഡീഷനിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഓഡീഷനിൽ പോയപ്പോൾ തന്നെ അതില് ഓഡീഷൻ ചെയ്ത മിസ്റ്റർ നിരഞ്ജനാണ്, AD ആണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, ഇതില് ഞങ്ങൾക്ക്, എന്റെ ശരീരം കുറച്ച് മസ്കുലർ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് മസ്കുലർ ആയിട്ടുള്ള ബോഡി അല്ല വേണ്ടത്, ഒരു 70-ലെ ഒരു റെസിലർ ലുക്കാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ശരി, ഓക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്റെ ഓഡീഷൻ എടുത്തു, ഒരു സംഭവം തന്നു, അത് ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അറിയിക്കാം, വേറെ ഓഡീഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോ നിങ്ങൾ ഇതിൽ സെലക്ട് ആവുകയാണെന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആ മൂമെന്റ് മുതൽ ഞാൻ എന്റെ ബോഡി വെയിറ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം 5 കിലോ ഞാൻ കൂട്ടി. 5 കിലോ കൂട്ടി ആ ഒരു ട്രഡീഷണൽ റെസിലറിന്റെ ലുക്കിലേക്ക് ഞാൻ എന്നെ പാകപ്പെടുത്തി എടുത്തു. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, നിങ്ങളെ ഓഡീഷണൽ വീഡിയോ വിനീത് ശ്രീനിവാസനെ കാണിച്ചു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, യു ആർ സെലക്ടഡ് എന്ന് പറഞ്ഞു. അതാണ് അതിലേക്കുള്ള ഒരു. പിന്നെ ആ സീൻ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നോ, ഡയലോഗുകൾ പറയിക്കാൻ ശ്രമിക്കുകയായിരുന്നു, എങ്ങനെയായിരുന്നു അതിന്റെ ഒരു വിനീതമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു? ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോ എനിക്ക് മുന്നേ ഒരു ഡയലോഗ് തന്നിട്ടൊന്നുമില്ല. പറഞ്ഞു, ഡയലോഗ് അവിടെ വെച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ തരാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ കരുതി, ശരി, ഓക്കെ, ഡയലോഗ്, ഞാൻ ഉദ്ദേശിച്ചത് ഡയലോഗൊക്കെ പഠിച്ച് ബൈ ഹാർട്ടാക്കി പോകാന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഡയലോഗൊന്നും തന്നിട്ടില്ല. പക്ഷെ അവിടെ എത്തി സ്പോട്ടിൽ ഷൂട്ടിംഗ് തുടങ്ങിയ സ്പോട്ടിലാണ് എനിക്ക് ഡയലോഗ് കിട്ടിയത്. പിന്നെ അതായത് വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ആ ഒരു, എന്താ പറയാ, അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു കഴിഞ്ഞാൽ, എത്ര വലിയ ആക്ടർ ആയാലും ചെറിയ ആക്ടർ ആയി കഴിഞ്ഞാലും ആ ഒരു ബിഹേവിയർ നമുക്ക് ശരിക്കും നമ്മളെ എന്താ ടച്ചിങ് ദ ഹേർട്ട്. അത്തരത്തിലൊരു ഇന്ററാക്ഷൻ ആയിരുന്നു വിനീത് ശ്രീനിവാസനായിട്ടില്ലേ. പിന്നെ ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോ വേറെ തമാശ വെച്ച് ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയിട്ട് വീട്ടിലെ ലേറ്റ് ആകുമ്പോൾ എത്തുമ്പോ
എന്റെ അച്ഛൻ എന്നോട് കാണിച്ച ആ ഒരു ആക്ടിവിറ്റീസ് എനിക്ക് എന്റെ ക്യാരക്ടറിൽ കാണാൻ കഴിയും. അതായത് അച്ഛന് ഇതേപോലെ തന്നെയുള്ള ഒരു വടിയൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് കയറുമ്പം തന്നെ തെങ്ങിൽ കെട്ടി അടിക്കുന്നില്ല എന്നുള്ളൊരു വ്യത്യാസമാണ് മെയിനേ ഉള്ളൂ. അവിടെ തന്നെ നിർത്തിയിട്ട് എനിക്ക് പട തരുമായിരുന്നു. അപ്പൊ അച്ഛനെ ഓർത്തിട്ടുണ്ടായിരുന്നു ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ. ഇത് രസമുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ധ്യാൻ മുതിർന്ന റോൾ ചെയ്യുന്ന സമയത്ത് ആ സിനിമയില് സ്പെക്സ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ശ്രീനേട്ടന് ഓർമ്മ വന്നു എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞ പോലെ പലതും ഉൾക്കൊണ്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. കൂടുതൽ പറയണേ ഈ വിനീതുമായിട്ടുള്ള ഇന്ററാക്ഷൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ നമുക്ക് വിനീതിന് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും ആ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാകും ഇവര് സംസാരിക്കുമ്പോൾ. അപ്പോ ഈ ഷൂട്ടിനെ കുറിച്ച് ഈ കഥാപാത്രത്തിനെ കുറിച്ച് പറയണ ആ കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്യുകയാണെങ്കിൽ രസമായിരിക്കും. അതെ, അത് എന്നോട് പറഞ്ഞു ഇങ്ങനെ, ചേട്ടാ ഇതാണ് സംഭവം, ഇതില് നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ആ സീൻ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്ത് കാണിച്ചപ്പോൾ അതിൽ വേണ്ടുന്ന പറഞ്ഞു, അതായത് ആ നോട്ടത്തിലൊക്കെ ഇല്ലേ തീഷ്ണത, ഇത്ര വേണ്ട ചേട്ടാ, കുറച്ചുകൂടെ ഇത് പിടിച്ചോന്ന് പറയും. ഈ ലെവലിൽ പിടിച്ചാൽ മതി. പിന്നെ അതിന് വേണ്ടുന്ന എങ്ങനെ ആ ബോഡി ലാംഗ്വേജ് മൂവ് ചെയ്യുന്നത്, അതായത് ആ റെസിലർ ആയി കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെന്റിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, അത് പോയിന്റ് ഔട്ട് ചെയ്യുകയും ഇന്ന വേണ്ട ഇങ്ങനെ ഈ മൂവ്മെന്റിൽ ഈ ഡയലോഗ് ആഡ് ചെയ്തോ, അതായിരിക്കും അതാ വേണ്ട, അതാ ബെസ്റ്റ് എന്നില്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് എന്താ പറയാ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇതില് ചിത്രം വരച്ചു തരുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ധ്യാനും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. അതിനകത്ത് പല സീനിലും എനിക്ക് അടിക്കുന്ന സീനിലൊക്കെ പിന്നെ എനിക്ക് തന്നെ പേടി, വടി കൊണ്ടു വേദന കൊണ്ട്, ഇല്ല ചേട്ടാ ഒരു പേരില്ല, നിങ്ങൾ അടിച്ചോ, അത്തരത്തിലുള്ള നല്ല ഒരു സഹകരണമായിരുന്നു. പഴയ നാടകക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ശ്രീ ബാലൻകി നായർ അദ്ദേഹത്തിന്റെ ഒക്കെ ഒപ്പം ഉള്ള സീനിലൊക്കെ ചിലപ്പോ അടിക്കുക എന്നുള്ളത് നല്ല അടിയൊക്കെ കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്റ്റേജിലൊക്കെ എന്ന് പറഞ്ഞ പോലെ നല്ലതായിട്ട് അടിച്ചോ? അടിച്ചു അടിച്ചു, അതാ എനിക്ക് പേടിയായിരുന്നു. അടി കൊണ്ടിട്ട് വേദന പറ്റുമോ? ഇല്ല, അത് ആ വടി അത്തരത്തിലാണല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ഈ ധ്യാനായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴേ ധ്യാൻ തന്നെ ഇപ്പൊ പറയുന്നുണ്ട്, അതായത് ഞാൻ ചിലപ്പോ ഇങ്ങനെ ഒരു പൊട്ടനായിട്ടൊക്കെ ഇന്റർവ്യൂസിലൊക്കെ എന്താ പറയാ പെർഫോം ചെയ്യും, പക്ഷെ ആക്ച്വലി എനിക്ക് അതൊക്കെ ചിന്തിക്കാനും ഓരോ അവസരത്തിനകത്ത് പെരുമാറാനും. സോ ആ ഒരു ഇന്ററാക്ഷൻ ഒന്ന് പറയൂ. ധ്യാനായിട്ട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. ധ്യാനുമായിട്ട് അങ്ങനെ കൂടുതൽ ഇന്ററാക്ഷൻ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളെ സീൻ കോമ്പിനേഷൻ സീൻസ് വരുമ്പോൾ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ആക്ഷൻ, അതായത് നമ്മൾ ചെയ്യേണ്ട സീനിലെ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ഡിസ്കഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വളരെ ഫ്രണ്ട്ലിയാണ് ധ്യാൻ, വളരെ ഫ്രണ്ട്ലിയാണ്. ഒരു ഡയലോഗ് ഇപ്പൊ ആ സമയത്ത് തന്നാലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണാജി ജിബ്രിഷ് ഒക്കെ അസലായിട്ട് പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കുളർമാഷിന്റെ. അപ്പൊ അതെ അതെ, അത് വലിയൊരു അനുഭവം തന്നെയാണ്. നമ്മുടെ ജയപ്രകാശ് കുടൂർ മാഷിന്റെ ആ ഒരു അഭിനയ പന്തലില് നമ്മളൊക്കെ കുറച്ചു കാലം ഉണ്ടായിരുന്നല്ലോ. അത് നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു ഐസ് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു രീതിയിൽ അത് ഹെൽപ്ഫുൾ ആയിരുന്നു, വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ജിബ്രേഷ് പിന്നെ താലന്തമാനത്തിന് ഒരു ദിവസം മുഴുവൻ എടുത്ത് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലൊരു അനുഭവമായിരുന്നു അത്. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഷ് ഒരിക്കലും അഭിനയം ഇങ്ങനെയെന്നുള്ളത് പറഞ്ഞ് പഠിപ്പിക്കലല്ലോ. പക്ഷെ ഇതൊക്കെയാണ് അതിന്റെ ഒരു ലേണിംഗ്. ഇപ്പൊ കൃഷ്ണാജി അത് പറയുമോ? ജിബ്രീഷ് അസലായിട്ട് ഒന്ന് പറഞ്ഞു നോക്കാമോ? പറയാലോ. ധ്യാൻ ശ്രീനിവാസൻ എൻ്റെ കുറിപ്പേക്ക് ഇത്രക്കുമ്പോഴേക്ക് പോടോ അതിർക്കോലിക്കുണ്ട് കല്ലിപ്പാടത്തിന്റെ പോട് പോങ്കെ ഹിന്ദിലി പോട്ടിട്ട് പടപ്പക്കിലെ പടക്കണാക്കി കിലോ അടിക്കത്തേക്ക് അടുക്ക് പച്ചനാടിത്തിലെ പത്തരക്ക്. എനിക്ക് തിരിച്ചു പറയാൻ അറിയില്ല, പക്ഷെ അസലായിട്ടുണ്ട്. ഇത് ഞാൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ കൃഷ്ണജിക്ക് വളരെ ഈസി ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ആരായിരുന്നു നമ്മളിപ്പോ ആരോ അങ്ങനെ നല്ല കോൺവെർസേഷൻസ് നടക്കാറുണ്ടായിരുന്നു. അത് തുടങ്ങുമ്പോൾ അതിനകത്ത് എന്താണ് തടസ്സമോ കാര്യങ്ങളോ ഇല്ലാതെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി, അത്രയേ ഉള്ളൂ ഇതിൽ മെയിനായിട്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ അഭിനയത്തിന്റെ തന്നെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ പൊസിഷൻ കീപ്പ് ചെയ്യുക, ഇവിടെ എത്തുമ്പോൾ ഡയലോഗ് പറയാം, അങ്ങനെയുള്ള കുറെ ലേണിംഗ് ഈ പറഞ്ഞ
എന്താ പറയാ, ഇത് ആദ്യത്തെ സിനിമയല്ലേ? ഇത് ആദ്യ സിനിമ. അതെ. അപ്പൊ അങ്ങനെ കുറെ ലേണിംഗ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഈ നമുക്കൊരു ലേണിംഗ് സെറ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി കഴിഞ്ഞ 4 വർഷമായിട്ടാണ് എയർഫോഴ്സിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷവും ഞാൻ 20 വർഷം മനസ്സിനകത്ത് ആ ഒരു അഭിനയിക്കണം, സിനിമ ഒരു ഫയറായി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും കൂടി അതിനുള്ള ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. കാരണം എയർഫോഴ്സ് വിട്ടതിന് ശേഷം പിന്നെ പെട്ടെന്ന് സിനിമ ഡൽഹിയിൽ താമസിക്കുന്ന നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ അതിന്റെ ഇൻകം വന്നുകൊണ്ടേ ഇരിക്കണ്ടേ. അപ്പൊ അതൊക്കെ വിട്ട് നാട്ടിൽ വന്നൊരു സിനിമക്ക് പിറകെ നടക്കാനുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നില്ല. എങ്കിലും ഉള്ളിൽ ഫയർ ഉണ്ടായിരുന്നു. ഞാൻ ബാരി ജോൺ ആക്ടിംഗ് സ്റ്റുഡിയോയിൽ 3 മാസത്തെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് കുറെയൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. പിന്നെ ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ടാണ് ഞാൻ സിനിമയെ കുറിച്ചിട്ട്, അതായത് ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആ ഒരു ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ എനർജി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇനിയും താമസിക്കാൻ പറ്റില്ല. കഴിഞ്ഞ 4 വർഷമായിട്ടാണ് ഞാൻ ആക്റ്റീവായിട്ട് കേരളത്തിലുള്ള കാസ്റ്റിംഗ് കോൾസ് നോക്കുകയും പിന്നെ അതുപോലെ തന്നെ ഓഡീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി നാട്ടിലേക്ക് വരികയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ്. കാരണം അപ്ഡേറ്റ് കിട്ടുന്നില്ല. എനിക്ക് ഡൽഹിയിൽ താമസിക്കുന്നതുകൊണ്ട് അപ്ഡേറ്റ് കിട്ടുന്നില്ല. പിന്നെ മിക്കവാറും വിളിക്കുന്നത് നാളെ ഓഡീഷനിൽ എത്തണം അല്ലെങ്കിൽ മറ്റന്നാൾ ഓഡീഷൻ എത്തണം. അതൊക്കെ നമ്മൾക്ക് പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആയി പോയത്. ഇനിയിപ്പോ ഞാൻ പ്ലാൻ ചെയ്യുന്ന കഴിയുന്നതും കൂടുതൽ അറ്റാച്ചായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണുള്ളത്. ഇത് ഒരു ജാതി ജാതകമായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോ ഇനി അടുത്ത മാസം റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുകൂടാതെ ഇപ്പോ ചെയ്തിരിക്കുന്ന സിനിമകൾ അനീഷ് പിള്ളെ പ്രൊഡ്യൂസ് ചെയ്ത് ചന്ദ്രൻ നരിക്കോട് സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ മുത്തപ്പനെ കുറിച്ചിട്ടുള്ളൊരു സിനിമയാണ്. ശ്രീ മുത്തപ്പൻ എന്നാണ് പേര്. അതിൽ ജോയി മാത്യു സാറുണ്ട്, പിന്നെ മണിക്കുട്ടനാണ് മുത്തപ്പനായിട്ട് ചെയ്യുന്നത്. അങ്ങനെ മോശമല്ലാതെ നല്ല താരനിരകളുള്ള ഒരു സിനിമയാണ്. അതും അടുത്ത മാസം റിലീസ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഒരു ടെസ്റ്റ് എന്ന ഒരു മൂവിയും ചെയ്തു ചെന്നൈയിൽ പോയിട്ട്. അത് മാധവൻ നയൻതാര സ്റ്റാറാണ്. അത് ക്രിക്കറ്റുമായിട്ട് ബേസ്ഡില്ല. അപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒരു ഫിസിയോ ആയിട്ടാണ് എന്റെ ക്യാരക്ടർ. ഇങ്ങനെ 2-3 സിനിമകൾ വരാൻ ഉണ്ട് ഇപ്പോഴും. വെരി ഗുഡ്. ഇൻ സ്ട്രെച്ച് 4 സിനിമകൾ റെഡിയാണ്. അതെ 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 അതെ. അപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ടാവല്ലോ. ലൈക്ക് ഞാനിപ്പോ നേരത്തെ ചോദിക്കുന്നത്, ഇപ്പൊ ഈ പൊസിഷൻ കീപ്പ് ചെയ്യുക, ഡയലോഗ് പറയുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അത്തരം കുറെ ലേണിങ്സ് ഒക്കെ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റുമോ? ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിലെ ഏകദേശം നമ്മൾക്ക് ഒരു ഐഡിയ, നമ്മൾക്ക് തന്നെ ഉള്ളിൽ ഒരു ഐഡിയ ഉണ്ടാവും. അത് പിന്നെ ഡയറക്ടർ ഇപ്പോ പറയാണ് ഈ ലെവലിലെത്തും. പിന്നെ കോമ്പിനേഷൻ സീനാകുമ്പോൾ തീർച്ചയായിട്ടും ഡയറക്ടറും അതുപോലെ തന്നെ നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള നമ്മളെ ഒന്നിച്ചുള്ള അഭിനയിക്കുന്ന ആക്ടേഴ്സ് അവർ തന്നെ പറയും ഇത് എത്തുമ്പോൾ കൃഷ്ണാട്ട ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ വന്നാൽ മതി, അല്ലെങ്കിൽ ഈ ലെവലിൽ എത്തിയ. കാരണം ക്യാമറ ഫ്രെയിമിലേക്ക് നമ്മളിപ്പോ ക്ലോസിൽ വരുമ്പം തന്നെ ക്യാമറന്റെ ഔട്ട് ഓഫ് ഫ്രെയിം ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് വിചാരിക്കും ചിലപ്പോൾ ശരിയാ നമ്മൾ ഫ്രെയിമിനകത്ത് തന്നെയാണ്, പക്ഷെ അത് നോക്കുന്നവർക്ക് അത് തോന്നും ഔട്ട് ഓഫ് ഇതിൽ പോകും. അപ്പൊ ആ ഒരു സ്റ്റെപ്പും ആ ഒരു മൂവ്മെന്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നു. അതുപോലെ തന്നെ ഓവർ ആക്ഷൻ എന്തായി കഴിഞ്ഞാലും ആദ്യമായിട്ട് നമ്മൾ ക്യാമറ ഫേസ് ചെയ്യുമ്പം ഉള്ള ആ ഒരു പറയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കരുതെന്നല്ല, അതല്ലേ നമ്മളുടെ വിജയം. ഒരു നെർവസ്നെസ് ഇല്ലാതെ എല്ലാവർക്കും ഉണ്ടാവും നെർവസ്നെസ്. അത് ഇപ്പോഴും തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് പോലും പറയുന്നുണ്ടല്ലോ, ആദ്യം ക്യാമറയിൽ തുടങ്ങുമ്പോഴും ഒരു നെർവസ്നെസ് എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഫ്രണ്ട്ലി ആയി മാറിക്കഴിഞ്ഞാൽ നാച്ചുറലി അത് പോയി കിട്ടുന്നുള്ള എക്സ്പീരിയൻസ് ആയിട്ട് ആൾക്കാർ തന്നെ പറയുന്നുണ്ടല്ലോ. അത് അത്തരത്തിൽ നെർവസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് പുറത്ത് കാണിച്ചിട്ടില്ല. സംഗതിയൊക്കെ വിനീത് സാർ ഉദ്ദേശിച്ച പോലെ നടന്നു. പിന്നെ അത് മാത്രമല്ല, വെറുതെ കുറെ ഷൂട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന ആളല്ലല്ലോ വിനീത് സാർ. ആവശ്യമുള്ളത് മാത്രമല്ലേ എടുക്കുകയുള്ളൂ, എടുത്തത് ഉണ്ടാവും ചെയ്യുന്ന രീതിയിലല്ലേ. അതൊരു വലിയ അനുഭവം എനിക്ക്. ഞാൻ വളരെ റിയലി ഹാപ്പി ദാറ്റ് ടു ബി എ പാർട്ട് ഓഫ് സച്ച് എ ബിഗ് ബാനർ ഓൺ മൈ ഫസ്റ്റ് മൂവി. It's a blessing on me.
ഒട്ടും ഒരു നെർവസ്നെസ്സോ അതൊന്നും പുറത്ത് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്തിരുന്നില്ല. മാത്രമല്ല നമ്മൾ ആ സിറ്റുവേഷനിൽ ഇമ്മേഴ്സ്ഡ് ആയിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ടിപ്പിക്കൽ ഡാഡ്, പക്ഷെ ഡാഡിന്റെ ഫിഗറും ആളുടെ പെരുമാറ്റം ഒന്നും ടിപ്പിക്കൽ അല്ല എന്ന് മാത്രം. കാരണം നേച്ചർ ആ കാലത്തെ അച്ഛന്മാരുടെ ഒരു പ്രകടനമൊക്കെ ഗംഭീരമായിരുന്നു. ആ നിലയ്ക്ക് ക്യാരക്ടർ ശരിക്കും ആപ്റ്റ് ആയിരുന്നു. ആ ഒരു ഫയൽവാൻ ഫിഗറും. ആ ക്യാരക്ടർ അത് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോ ആള് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്. കാണുന്നവർക്ക് തോന്നും, അതിൽ പറയുന്നുണ്ടല്ലോ കടുവാന്ന്, കുട്ടികൾ തന്നെ പറയുന്നത് കടുവ. അപ്പൊ ആ കടുവ എന്നുള്ള കഥാപാത്രം പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു, കാണുമ്പോ ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരു കഥാപാത്രം ആണെങ്കിലും കൂടി ആ കഥാപാത്രത്തിന് മകനോട് ഉള്ളിന്റെ ഉള്ളിൽ നല്ല സ്നേഹമുള്ള ഒരു അച്ഛനാണ്. അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പുഞ്ചിരി മൈൻഡിനകത്ത് വരുന്നുണ്ടല്ലോ, വീണ്ടും സീരിയസ് ആവുകയാണ്. അപ്പൊ ഉള്ളില് അങ്ങനെ അത്ര വലിയ ഒരു ക്രൂരനല്ല അച്ഛൻ, ഉള്ളിൽ സ്നേഹമുണ്ട് എന്നുള്ള ഇത് കൂടെ അതിന് വരുന്നുണ്ട്. അതെ അതെ. ഇനി വരാൻ ഓഡിഷൻ ചെയ്തു വെച്ചിട്ടുള്ളതോ അങ്ങനെയുള്ളത് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ ഈ 3 സിനിമ മാത്രമേ വരാനുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഓഡീഷൻ കൊടുത്തിട്ടില്ല, കാസ്റ്റിംഗ് കോളൊന്നും അയച്ചില്ല. ഞാൻ ഏതായാലും ഈ സിനിമ റിലീസായതിനു ശേഷം ചെയ്യാമെന്നുള്ളൊരു മനസ്സിനകത്ത് അങ്ങനെ ഒരു ചിന്ത കൂടി ഉണ്ടായിരുന്നു. അതാവുമ്പോ പ്രൊഫൈലിൽ, അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്രൊഫൈലിൽ പറയുമ്പോൾ നമ്മൾക്ക് പറയാമല്ലോ, ഞാൻ ഇന്ന സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന ക്യാരക്ടറിന്റെ അച്ഛന്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയൊരു ആഡ് ഓൺ ആയില്ലേ എന്റെ പ്രൊഫൈലിൽ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴൊന്നും പുതിയതായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇനി വരുന്ന കാസ്റ്റിംഗ് കോളിനൊക്കെ അപ്ലൈ ചെയ്യണം, ഓഡീഷനിൽ പങ്കെടുക്കണം. അതൊക്കെയാണ് എന്റെ അടുത്ത പരിപാടികൾ. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ സൂപ്പർമാൻ ഡാഡ് അല്ലാതെയുമുള്ള ഡാഡ്സ് ഇപ്പൊ രഞ്ജി പണിക്കർ, ഞാനിപ്പോ അതാ കഴിഞ്ഞ ദിവസം പറഞ്ഞു, രഞ്ജി പണിക്കർ അദ്ദേഹമൊക്കെ ചെയ്യുന്ന ചില ഡാഡ് റോൾസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു കമാൻഡ് ഒക്കെ ഉള്ള, എനിക്ക് തോന്നുന്നു അത്തരം റോൾസ് ഒക്കെ ഈസി ആയിട്ട് വരാൻ സാധ്യതയുണ്ട് തോന്നുന്നു. എനിക്കിപ്പോ ഐ എം ജസ്റ്റ് കംപ്ലീറ്റിംഗ് മൈ 59. അപ്പൊ ആ 59, 60-ലുള്ള ആൾക്കാരുടെ ആ ഒരു ഗ്രൂപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഡന്റ് ഉണ്ട്. അതായത് ഞാൻ ശരിക്കും എന്റെ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു കുറേയേറെ ക്യാരക്ടറിന് വേണ്ടുന്ന രീതിയിൽ ഒരു ഫിസിക്കൽ ബെനിഫിറ്റ്, അതായത് എന്റെ ശരീരത്തിന് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ ചിലപ്പോ ആൾക്കാർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ്. ഫിറ്റ്നസ് ഞാൻ എന്റെ ലൈഫിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കരുതുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം. അപ്പൊ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് എന്റേത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ എനർജി ഉള്ള സമയത്ത് നമ്മള് കൂടുതൽ സിനിമകൾക്ക് ട്രൈ ചെയ്യാൻ ആണ് ഞാൻ തീരുമാനിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നു അത് തന്നെ. തീർച്ചയായിട്ടും 59 നിന്നും ഇങ്ങനെ തുറന്ന് പറയേണ്ട കാര്യമില്ല തോന്നുന്നു. ഇപ്പൊ എനിക്ക് 50 ആയി. യു ലുക്ക് മച്ച് യങ്ങർ ദാൻ മീ. അതായത് നമ്മളെ ലൈഫ് സ്റ്റൈല്, അതായത് നമ്മള് വ്യായാമം, ഭക്ഷണം, ഉറക്കം, ഈ ഒരു കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് 50-ക്ക് ശേഷമാണ്. ആൾക്കാർ ചെയ്യുന്നതും 50-ക്ക് ശേഷമാണോ ഇനി എന്തിനാ ഞങ്ങൾ എക്സസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള കാര്യങ്ങളൊക്കെ, ഇനി മദ്യപാനായാലും പുകവലിയായാലും എല്ലാ ബാഡ് ഹാബിറ്റ്സും അതിന്റെ ഹൈ എൻഡിൽ എത്തുന്നത് ഈ സമയത്താണ്. ആ സമയത്ത് നമ്മളെ ലൈഫിന്റെ ആക്ച്വലി ആരോഗ്യവും കാര്യങ്ങളും ഒക്കെ തന്നെ ഡൗൺഫോളിൽ സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. അപ്പൊ അത് രണ്ട് സൈഡിൽ നിന്നും അത് ശരീരത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യം, ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ 50 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് തുടങ്ങേണ്ടത്. അതിൽ ഭക്ഷണ ക്രമീകരണമായാലും വ്യായാമമായാലും ഉറക്കായാലും നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു അതിതീവ്രത കുറച്ചിട്ട് എൻജോയ് ചെയ്യുന്ന രീതിയിൽ ജോലി ചെയ്യുക. ഇതൊക്കെ നമുക്ക് ആഡ് ഓൺ ആണ്, നമ്മുടെ ലൈഫ് ആഡ് ഓൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതാണ് എനിക്കും പറയാനുള്ളത്, എന്റെ ഈ 50 കഴിഞ്ഞ ആൾക്കാരോട് പറയാനുള്ളതാണ്. പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് അത്തരം കാര്യങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതോ ഇറ്റ്സ് ക്ലാസ്സസ് എങ്ങനെയാണ് നടക്കുന്നത്? പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാർ, അതായത് എനിക്ക് ഡൽഹിയിൽ കുറേയേറെ നല്ല, അതായത് കുറെ ക്ലയൻസ് എനിക്ക് പേഴ്സണലായിട്ട് ചെയ്യുന്ന, അതില് ഞാൻ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഫാമിലിയെ കൂടി ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള 1-on-1 ട്രെയിനിങ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ വീട്ടില് നല്ല വെൽ ഇക്വിപ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ക്ലബും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. എന്റെ ടൈം മാത്രം അവിടെ കൊടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് തന്നെയുണ്ട്.
അപ്പൊ അത് ഞാൻ ഇപ്പൊ എന്റെ പൊതുവെയിൽ എന്റെ ട്രെയിനിങ് ഞാൻ ഹാഫായി കുറച്ചു. അതായത് കുറച്ച് ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് സീരിയസ് ആയിട്ട് ഈ അഭിനയത്തിലേക്ക് കടന്നു വരണം എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഗ്രാജുവലി ഞാൻ ട്രെയിനിങ്ങിന്റെ നമ്പേഴ്സ് ഒക്കെ ഇങ്ങനെ കുറച്ച് വരികയാണ്. കൃഷ്ണജി ബിഫോർ വർഷങ്ങൾക്ക് ശേഷം ആഫ്റ്റർ വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു മാറ്റേ ഉള്ളൂ. 5 കിലോ ഞാൻ അന്ന് കുറച്ചത്, അത് 5 കിലോ അന്ന് ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടി കൂട്ടിയത് അതിപ്പോ കുറക്കാനുള്ള ബുദ്ധിമുട്ടിലാണ്. അത് തന്നെ ഓരോ ക്യാരക്ടറിനനുസരിച്ചിട്ട് ഇപ്പൊ ആട് ജീവിതത്തിൽ പൃഥ്വിരാജ് ചെയ്ത ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, അത്രയും ഡെഡിക്കേഷൻ ആയിട്ടും അത്രയും സീരിയസ് ആയിട്ടും ചെയ്ത ഓരോ കാര്യമാണ്. പക്ഷെ അത് ഇതേ കാര്യം തന്നെ ഇപ്പൊ നമ്മൾക്ക് വയസ്സ് കൂടുന്തോറും, ഇപ്പം 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂട്ടാൻ ചിലപ്പോൾ സാധിച്ചേക്കും, പക്ഷെ കുറക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ചില ആക്ടേഴ്സ് ചെറുപ്പകാലത്തിൽ, അതായത് വെയിറ്റ് 10 കിലോ കുറച്ചു, 20 കിലോ കുറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ, സംവാട്ട് ദാറ്റ് ഇസ് ഓക്കെ, ആ ഏജിനനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ റിസ്കി അല്ല, ദേ ക്യാൻ കം ബാക്ക് ടു ദ നോർമൽ. പക്ഷേ crossing 50 or 60 years of age and going for a rigorous transformation is not advisable. അതിപ്പോ അത് പറയാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഒരു ആളുടെ ജീവിതത്തിനെ സംബന്ധിച്ചുള്ള ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ ആക്ടിങ്ങിനെ കുറിച്ച് അതൊന്നുമല്ല. പക്ഷെ ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പൃഥ്വിരാജ് ഏറ്റെടുത്ത ഒരു സംഭവമായിരുന്നല്ലോ. അതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആസ് എ ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ് വാട്ട് യു സേ? അത് ആക്ച്വലി ബോഡി ട്രാൻസ്ഫോർമേഷൻ അതിൽ നമ്മൾക്കിപ്പം ചെയ്തിരിക്കുന്നതിൽ ടോട്ടൽ ബേസ്ഡ് ഓൺ എക്സസൈസ് മാത്രമല്ല, ഡയറ്റ് കൺട്രോള്, അതായത് ആവശ്യത്തിന് മാത്രം ശരീരത്തിന്റെ ഫങ്ഷൻ നിലനിർത്താൻ വേണ്ടി മാത്രം കഴിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഭക്ഷണ ക്രമീകരണം, പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു അണ്ടർ മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു തപസ്യ പോലെയാണ് നമ്മൾ. ഓരോ ഇങ്ങനെയുള്ള ഒരു ടാർഗറ്റ് നമ്മൾക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി ബ്രെയിൻ പ്രിപ്പയർ ആവുന്നുള്ളതാണ്. അതിനുവേണ്ടി ബ്രെയിൻ പ്രിപ്പയർ ആയി അത് ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സസൈസും ഡയറ്റ് കൺട്രോളും അതിനുവേണ്ടി ആ നമ്മളെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരം കോപ്പറേറ്റ് ചെയ്യുന്നതാണ് വളരെ സത്യം. അത് സംഗതി എന്തായാലും വളരെ, അതായത് റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ നമ്മളെ മനസ്സിനകത്തുള്ള നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ എ ഹെൽത്തി വേ അപ്രോച്ചിങ് ഇറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ഹാപ്പൺ, ഈവൻ ദോ ഇറ്റ് ഈസ് വെരി ടഫ്, വെരി ഹാർഡ് വർക്കിംഗ്. എല്ലാം വേണ്ട ആവശ്യമുള്ള ശ്രദ്ധ, പിന്നെ പീരിയോഡിക് ചെക്കപ്പ്, മെഡിക്കൽ എയ്ഡ് ഒക്കെ ആവശ്യമുള്ള ഒരു സംഭവം അത്. ഞാൻ റിയലി ഐ അപ്രീഷിയേറ്റ് പൃഥ്വിരാജ്. മൈ ഗോഡ്, ഹി ഹാസ് ഡൺ എ ട്രെമൻഡസ് ജോബ്. മാത്രമല്ല ഇത്രയും ചാമിങ് ആയിട്ട് നിൽക്കുകയും ഇത്ര എന്താ പറയാ ഒരു ഹോട്ട് ഡിമാൻഡ് ഉള്ള ഒരാളാണ് ഇത് ചെയ്യുന്നതെന്നല്ല, അത്രയും ഓപ്പർച്യൂണിറ്റീസും ഫോർഗോ ചെയ്തിട്ടാണ് അതിന് അത് അറ്റ്ലീസ്റ്റ് കമ്മിങ് ബാക്ക് ടു നോർമൽ ഇറ്റ് ടേക്സ് ടൈം. വളരെ റിസ്കി ആയിട്ടുള്ളൊരു സംഭവമാണത്. അത് സക്സസ്ഫുള്ളി അദ്ദേഹം ചെയ്തു. അത് എന്താ പറയാ, അത്രയും ജനങ്ങളത് നോട്ടീസ് ചെയ്തു, ഹോൾ ഹാർട്ടഡ്ലി ജനങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്തു. തീർച്ചയായിട്ടും ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. കൃഷ്ണജിയുടെ ഈ തമിഴ് ഫിലിമിന്റെ അതൊന്ന് പറയുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. കാരണം എനിക്ക് അതൊരു ക്രിക്കറ്റും അത് ആക്ച്വലി അത് വൈനോട്ട് സ്റ്റുഡിയോയുടെ ബാനറിൽ ശശികാന്ത് സാറിന്റെ ഡെബ്യൂ ആയിട്ടുള്ള ഡയറക്ടോറിയൽ മൂവിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡയറക്ഷൻ. അത് മാധവൻ നയൻതാരാണ് അതിന്റെ ലീഡ് റോള്, സിദ്ധാർത്ഥും. അതിൽ കുറെ ക്രിക്കറ്റ് ബേസ്ഡ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒരു ഫിസിയോ അസിസ്റ്റന്റ് കോച്ച്, ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. അത് ചെന്നൈയിൽ വെച്ച് ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഡബിംഗ് ഒക്കെ പുരോഗമിക്കുകയും തോന്നുന്നു. അത് മിക്കവാറും ജൂണിൽ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷെ എനിക്കത് അതില് വലിയൊരു വേഷമൊന്നുമല്ല. അത് ഒരു ക്യാരക്ടർ ഉണ്ട്. അതില് ഡയലോഗ്സ് ഒന്നും അങ്ങനെ ഇല്ല. പക്ഷേ ചില ഒക്കേഷനിൽ, ചില സന്ദർഭങ്ങളിൽ ഞാൻ വരുന്നതും, പിന്നെ അതുപോലെ തന്നെ സിദ്ധാർത്ഥുമായിട്ടുള്ള ചില ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടീമിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ഒക്കെയുള്ള ഒരു പ്രസൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു റോള് ചെയ്തു അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനെ കുറിച്ചിട്ട് സിനിമ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൽ എവിടെയൊക്കെയാ ഉള്ളത്, എന്താ ഉള്ളത് എന്നുള്ള കാര്യം.
ഒരു ജാതി ജാതക അഗൈൻ ഇറ്റ്സ് വിനീത് ഫിലിം. അതിലത്തെ കഥാപാത്രത്തിനെ കുറിച്ചൊന്ന്. ജാതി ജാതകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ തന്നെ കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് പ്രശാന്ത് പാട്ടിയാണ്. അതിന്റെ പ്രൊഡക്ഷൻ ശ്രീ മഹാസുബേറാണ്. അതിന്റെ സംവിധായകൻ എം മോഹൻ സാർ, മാണിക്യക്കല്ല്, കഥ പറയുമ്പോൾ, പിന്നെ അരവിന്ദന്റെ അതിഥികൾ തുടങ്ങിയ ജനങ്ങൾ നെഞ്ചിലേറ്റിയ സിനിമകളുടെ സംവിധായകനാണ്. അതിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് മിസ്റ്റർ രാകേഷ് മണ്ടോടിയാണ്. ഇതിന്റെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത് വിനീത് ശ്രീനിവാസൻ, നിഖില വിമൽ തുടങ്ങിയവരാണ്. നല്ലൊരു സ്റ്റാർ കാസ്റ്റ് അതിനകത്തുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ഹ്യൂമർ ടച്ചുള്ള, അതിന്റെ പേരിൽ തന്നെ അതിന്റെ ആ ഒരു അർത്ഥം ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ പൊട്ടിച്ചിരികൾ മുഴക്കും അത്തരത്തിലൊരു സിനിമയാണത്. എന്തായാലും ഒരു ജാതി ജാതകം തെളിഞ്ഞു വരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷം തന്നെ കൃഷ്ണാജി എന്നുള്ള ആക്ടറിനെ എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്. കൂടുതൽ അവസരങ്ങൾ, ഗംഭീര അവസരങ്ങൾ വരട്ടെ. നന്നായി തകർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പേഴ്സണലി കണ്ടിട്ടുള്ളതാണ്, ഡയലോഗ് വൈസും പെർഫോമൻസ് വൈസും ഒക്കെ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് അർജി. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. നല്ല ഓർമ്മശക്തിയുള്ള അലവലാദികളെയാണ് നന്നായി പഠിക്കുന്നവരെ കണക്കാക്കുന്നത്.